രാവിലെ കോഴിക്കോട് കണ്ണൂർ സർവകലാശാലകൾക്ക് മുന്നിൽ നടന്ന പ്രതിഷേധം, അതിന് പിന്നാലെ കേരള സർവകലാശാലയ്ക്ക് പിന്നിൽ ഇപ്പോൾ MG സർവകലാശാലയ്ക്ക് മുന്നിലും പ്രതിഷേധ പരിപാടികൾ അരങ്ങേറുകയാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സരോജ് സുരേന്ദ്രൻ ചേരുന്നു. സരോജ്, MG സർവകലാശാലയ്ക്ക് മുന്നിലേക്കുള്ള പ്രതിഷേധ പരിപാടി ഇപ്പോൾ തുടങ്ങിയതാണോ? എന്താണ് അവിടെ ഒരു സമരത്തിന്റെ രീതി? അവിടെയും ഈ സർവകലാശാല VC അവിടെ ഉണ്ടോ? ഈ കോളേജ് സർവകലാശാല ആസ്ഥാനത്ത് എങ്ങനെയാണ് അവിടുത്തെ സമരത്തിന്റെ രീതി പുരോഗമിക്കുന്നത്? നൂറുകണക്കിന് SFI പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് MG യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. യൂണിവേഴ്സിറ്റികളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു SFIയുടെ സമരം. യൂണിവേഴ്സിറ്റി ആസ്ഥാനങ്ങളിലേക്ക് നടത്തുന്ന സമരത്തിന്റെ ഭാഗമെന്നോളമാണ് MG യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തും ഈ പ്രതിഷേധം നടന്നത്. പോലീസ് MG യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റർ ബ്ലോക്കിന് സമീപത്ത് 50 മീറ്റർ മാറി അകലെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. ഈ ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ പിന്നീട് അഡ്മിനിസ്ട്രേറ്റർ ബ്ലോക്കിലെ മതിൽ ചാടിക്കടന്നിപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റർ ബ്ലോക്കിൽ, അതായത് VCയുടെ ഓഫീസിന്റെ മുമ്പിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് SFI ഉയർത്തുന്നത്. കാരണം നമുക്കറിയാം, കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി സിൻഡിക്കേറ്റിനെതിരെയുള്ള അമിത ഇടപെടൽ, സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള നീക്കങ്ങൾ ഗവർണർ നടത്തുന്നു. ഒപ്പം തന്നെ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചുകൊണ്ട് ഈ കാവ്യവൽക്കരണത്തിന്റെ ഒരു പരസ്യ പോരിനാണ് ഗവർണർ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഗവർണറുടെ ഈ നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കുന്നതിനെതിരെയും ഒപ്പം തന്നെ അധികാരത്തിലുള്ള അമിത കൈകടത്തലിനെതിരെയുമാണ് ഇത്തരത്തിലുള്ള SFIയുടെ പ്രതിഷേധം. ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.